അടിപൊളിയുണ്ടാ? നമുക്ക് ഇത് ഇട്ട് വൈറലാവാൻ കേട്ടാ. ഷെടാ എടാ കൊള്ളാം കേട്ടോ, വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്. ഓടി നമുക്ക് ഇതിട്ട് നമുക്ക് വൈറലാവോ? ആ വൈറലാവണൊക്കെ കൊള്ളാം. ഇത് എന്റെ ഫോളോവേഴ്സിനെ വെച്ചിട്ട് നിന്റെ ചാനലിൽ ആളെ കൂട്ടാനുള്ള പരിപാടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഓ ആദ്യം ആള് കൂടട്ടെ. എടേ മോണിറ്റൈസേഷൻ വരുമ്പോഴേക്കും കൃത്യമായിട്ട് എന്താന്ന് വെച്ചാൽ തന്നോണം കേട്ടല്ലോ. അയ്യോ അത് ഞാൻ മറക്കൂല പിങ്കളിയ. അത് പേടിക്കണ്ട, ഇത് നമുക്ക് രണ്ടര കൂടെ ചാനൽ ഹാൻഡിൽ ചെയ്യാം. ഇങ്ങോട്ട് നോക്ക് മക്കളെ, ഈ മൊബൈലും യൂട്യൂബും വാട്സപ്പൊക്കെ ഈ ഇടയ്ക്കൊക്കെ അല്ലേ വന്നത്. അപ്പൂപ്പന്റെ കാലത്ത് എന്തെന്നറിയാമോ? സ്റ്റേജ് പ്രോഗ്രാം. ഞങ്ങള് സ്റ്റേജിൽ കയറി പാട്ട് പാടും, ഡാൻസ് കളിക്കും, നാടകം കളിക്കും, ഇങ്ങനത്തെ പരിപാടികളാണ് അമ്മ. അപ്പൂപ്പ സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ആശാനെ ഒരു ഡാൻസ് കളിക്കും. ഡാൻസൊക്കെ കളിക്കാം, പക്ഷേ പാട്ടിടണം. ഏത് പാട്ട്? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. വയസ്സാം കാലത്ത് പ്രേമിച്ചോണ്ട് നടന്നാ മതി. എടാ അത് ഇപ്പോഴല്ലേ വയസ്സായത്, അന്ന് വയസ്സൊന്നും ആയില്ല, അന്ന് ചെറുപ്പമാണ്. ആ സമയത്ത് ഇട്ട പാട്ടാണ് ഞാൻ ഇടാൻ പറഞ്ഞത്. നിങ്ങൾ പാട്ടിടുകയാണെങ്കിൽ ഞാൻ ഡാൻസ് അതൊക്കെ ഇട്ടുതരാം. റെഡി ആയിക്കോ. നെല്ല് അപ്പൊ ഏച്ചി നിക്കട്ടെ, ഡാൻസ് കളിക്കാം. പിന്നെ വൈറലാക്കാം നമുക്ക്. ഇത് വൈറലാവും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു, അതല്ലേ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവി. സിനിമയുടെ പാട്ട് ഞാൻ സിനിമയിലൊന്നും അപ്പൂപ്പനാണ്. ഞാൻ ഒന്ന് ഇട്ടോട്ടെ. അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോ. നീ അത് ഓണൊക്കെ ചെയ്ത് പോയി ശരിയാന്ന് നോക്കിയോ. ഫ്രെയിം ഒക്കെ നോക്കിയോ. എവിടെ നിന്ന് കളിക്കണം? ഇവിടെ ഒന്നും അതല്ലോ. സൂപ്പർ അല്ലേടാ? ആശാനെ കലക്കി ത്രിമർത്ത് മറിച്ച്. ആശാനെ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ വർഷാപ്പ് ജോലിയൊക്കെ നിർത്തിയാണെങ്കിൽ ആശാനാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ ഡാൻസ് കിട്ടൂലേ, അപ്പൊ വൈറലാവൂല. അത് ശരിയാണ്. ഇവിടെ എന്തായാലും പ്രത്യേകിച്ചൊരു പണിയില്ലല്ലോ. അത് തന്നെ. എന്റെ അച്ഛൻ കൊട്ടാരത്തിൽ നിന്നും പട്ടും പുറവയൊക്കെ മാറ്റാളാണ്, ബിൽപ്പാട്ടാശാനാണ്. പിന്നെ ഞാൻ ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാത്തത്. അമിതാഭ് ബച്ചൻ, ശിവാജി ഗണേശൻ ചേട്ടൻ, പിന്നെ പ്രേം നസീർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സിനിമയില്. ഇവരൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവര് താരും ഞാൻ കൊണ്ട് പൊങ്ങും. അപ്പൊ അവർക്ക് ഈഗോ അത് വിചാരിച്ചാണ് ഞാൻ പോവാത്തത്. അയ്യോ ഉണ്ണിയപ്പൂന്റെ ഗോൾഡൻ തള്ളുകൾ. ചേച്ചി പറഞ്ഞത് എന്തൊരു ഗോൾഡൻ തള്ളുകൾ ഒക്കെ ഞാൻ തത്വമാണ് പറയണത്. വിശ്വസിച്ചല്ലേ? പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാമോ? അതെനിക്കറിയാം. ഒരു 10-20-30 സ്റ്റേജ് വരെ ആ നാടകം കളിച്ചു. അത് അഭിനയിക്ക്, നോക്കട്ടെ. മുസ്ലിം ഭാഷയിൽ പറയണം. നോക്കട്ടെ. അഭിനയിക്കുമ്പോ വയസ്സായ ആളാ. സ്വന്തം ബാപ്പാന്റെ ശതകട്ടടങ്ങുന്നതിന് മുമ്പ് ആ ബാപ്പാന്റെ പെട്ടിക്കടിപിടി കൂടിയ ഇബ്ലീസുകള്, മനുഷ്യന്റെ ബേറ്റവും കെട്ടി നടക്കുന്ന ശൈത്താങ്ങള് എല്ലാം വലിയ ആറ്റ വച്ച് നടന്ന് വെട്ടി തുറന്നപ്പോഴേ 4 കണ്ണാത്തിരട്ട. എങ്ങനെയുണ്ട്? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എടാ ശങ്കര, നീ എന്ത് വിചാരിച്ചു? ഞങ്ങളുടെ കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ് അല്ലേ? അതിപ്പോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി.
ആ മക്കൾക്ക് മനസ്സിലായല്ലോ. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൂപ്പനെ എവിടെയും കൊച്ചാക്കി കളയും. കലയെങ്കിൽ കല, ബില്ലടിച്ചാൻ പാടെങ്കിൽ ബില്ലടിച്ചാൻ, എല്ലാം ഏത് പരിപാടിയിലും അപ്പൂപ്പൻ പിന്നല്ല പവർ ആശാൻ. ആ ആശാനെ മനസ്സിലായല്ലേ, അത് മതി. കൊള്ളാം കൊള്ളാം സൂപ്പർ. കില്ലാടി കില്ലാടി കാട്ട് കില്ലാടി ആശാൻ. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പം വണ്ടിയുടെ പണികൾ നോക്കണ്ടേ, അകത്ത് വ്യാഴ്ച വെച്ചിട്ട് നനഞ്ഞു പോയി എടുത്തോണ്ട് വാ. അത് മാത്രമല്ല നമുക്ക് എഡിറ്റ് ചെയ്യണം. നമുക്ക് edit ചെയ്യാം. ആ, വാ, വാ. അതിന്റെ കൊണ്ട് തന്നിട്ട് പോണം. ആ പാടി പതറാതെ പടപൊരുത്തി കടറുകതിന്റെ നെഞ്ചിലേക്ക് വൈജയന്തി വേൽ കുത്തിയിറക്കി, അല്ല വൈജയന്തി വേൽ പ്രയോഗം നടത്തി മൃത്യുവിന്റെ മഹാകൽക്കുലത്തിലേക്ക് പറഞ്ഞയച്ച കർണ. പരീക്ഷയുണ്ടോ നാളെ? അമരത്വത്തിന്റെ കവച കുണ്ടലം പോലും നഷ്ടപ്പെട്ട നിനക്ക് ഞാൻ തരുന്ന ദാനം. എന്ത് പറ്റി രാമേട്ടാ നിങ്ങക്ക്? അർജുനന്റെ ദാനം. എന്താണ് സംഭവം? കുറെ നേരം ആ സിനിമയിലെ ഇത് ഞാൻ പഠിച്ചോണ്ടിരിക്കും. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ഈ പറഞ്ഞു എടി സിനിമയിൽ ഓഡിഷൻ പഠിച്ച അയച്ചു കൊടുക്കേണ്ട വീഡിയോ ഇതാ. ഓ ഇത് കാണാൻ പഠിക്കണോ? അതല്ലേ സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എത്ര വരെ പഠിച്ചപ്പോ? അപ്പൊ ഞാൻ മൊത്തം പഠിച്ച് എന്നാ മൊത്തം പഠിച്ചില്ല. പഠിച്ചടി മൂർച്ചേറിയ കൽക്കത്തിന് മുന്നിലും പാഞ്ഞു വരുന്ന ശസ്ത്രങ്ങൾക്ക് മുന്നിലും. ഇങ്ങനൊന്നും അല്ല, മൂർച്ചേറിയെന്നാണ്. എന്തോ എഴുതിയിരിക്കുന്നത്? ഇത് ആരെഴുതി തന്നത്? ഹാൻഡ് റൈറ്റിംഗേ കൊള്ളൂ. മുച്ചേറിയൊന്നും അല്ല, ഇങ്ങോട്ട് മൂർച്ചേറിയ, അത് മൂർച്ചേറിയ ഖഡ്ഗം. ആദ്യം കാണാൻ പഠിക്കണമെങ്കിൽ വൃത്തിയായിട്ടുള്ള കൈ അക്ഷരത്തിൽ എഴുതണം. അതാണ് ആദ്യം വേണ്ടത്. പാഠങ്ങളിലൊന്നാണ്. മൂർച്ചേറിയ ഖഡ്ഗങ്ങൾക്ക് മുന്നിലും പാഞ്ഞു വരുന്ന ശാസ്ത്രങ്ങൾക്ക് മുന്നിലും അടിപ്പത്തറ. ശസ്ത്രം എനിക്ക് മനസ്സിലായി. ഇത് എന്നെ ഇവിടെ ഉള്ള എല്ലാവളുമാരും ശാസ്ത്രം എന്നാണ് എഴുതി വെച്ചേക്കണേ. ശസ്ത്രം പാഞ്ഞു വരുന്ന ശസ്ത്രങ്ങൾക്ക് മുന്നിലും അടിപടലം പാളയംകോടൻ പഴം ഇത് എന്റെ ഹാൻഡ് വലിച്ചു കയറി 3 എടുത്ത് പുട്ടിനോട് വെച്ച് കുഴച്ചു തന്നാൽ നന്നായിരിക്കും. പ്രസംഗം കേട്ടപ്പോഴേ എനിക്കറിയാം നല്ല രസം. 2 ചളിയുമ്പോ അവിടെ 50 തവണ കാണാതെ പഠിച്ചിട്ട് വലിയ ഡയലോഗ് ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അത് വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ്. എനിക്ക് ഈ ഹാൻഡ് റൈറ്റിംഗേ ഉള്ളൂ. എനിക്ക് അപ്പുറത്തോട്ട് രമണനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റില്ല. നല്ല റൈറ്റിംഗ് ഒന്നും എഴുതി പഠിച്ചിട്ടില്ല. എന്തിനിവിടെ എന്തുള്ളി കാണിച്ചു വെച്ചേക്കണ കിക്കറി പോക്കറി എന്ന് പറഞ്ഞ കുറെ എഴുതി വെച്ചിട്ട് നോക്കി വായിക്കാനും പറ്റില്ല. അതെ, എനിക്കൊരു കാര്യം പറയണ്ട. എന്റെ ഒരു രഹസ്യ ഐഡിയ ഉണ്ട്. ഐഡിയ റാണി എത്തിയിട്ടുണ്ടല്ലോ. എവിടെ ആയിരുന്നു? ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവരണം ഐഡിയ. ഞാനല്ല ഐഡിയ, ഇത് ഇങ്ങനെ പറയണമെന്നുള്ള ഒരു ഐഡിയ. അങ്ങള് ഞാൻ പറഞ്ഞു അങ്ങളൊരു കാര്യം ചെയ്യാം, അവരെ വിളിച്ച് പറ. അങ്കിളിന് പറ്റുന്ന രീതിയിൽ അങ്കിൾ ഇത് പറയും. അങ്കിളുടേതായ സ്റ്റൈൽ ഉണ്ടല്ല. അതല്ല, അങ്കിളിനൊന്നും പറ്റുന്നില്ല. അങ്കിളിന്റെ സ്റ്റൈൽ അങ്കിളുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഈ ഡയലോഗ്. സ്വന്തമായ സ്വതസിദ്ധമായ രീതിയിൽ. അയ്യോ അതോ അങ്ങനെ നീ പേടിപ്പിക്കല്ലേ. മനസ്സിലായ എന്താണ് എന്റെ രീതിക്ക് പറയാം. അത് തന്നെ സ്വതസിദ്ധമായ രീതിയിൽ ഇത് പറയണം. പറഞ്ഞ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അവരപ്പം തന്നെ റിജക്ട് ചെയ്ത് കിട്ടും. ഇല്ല അവര് സെലക്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞോ നോക്കിയോ. എന്റെ അങ്കിളുടെ കഴിവ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കർണാടക നീ ഉള്ള കംപ്ലീറ്റ് ടൂൾസും എടുത്ത് പ്രയോഗിച്ചിട്ടും ഇങ്ങോട്ട് ആ കടവൊക്കെ ചെറുക്ക കട്ടക്കി നിന്ന് എപ്പൊ എന്നിട്ട് നീ എന്ത് ചെയ്ത് നീ വൈജയന്തി വേറെ അവന്റെ അണ്ണാക്കി എടുത്ത് പ്രയോഗിച്ച് അവനെ ഉറക്കി. പിന്നെ ഞാൻ വെറുതെ എവിടെ വേണമെന്നാ എന്റെ കവച കുണ്ടലം പോലെ കീറി നിൽക്കുന്ന അവസ്ഥയില് ഞാൻ വലിച്ച ചവര് തേച്ചില്ലെങ്കിൽ അമ്മയാണ് എന്റെ പേര് അർജുനല്ല. ശരി, സൂപ്പർ ഐഡിയ. നന്നായിരിക്കും. ഇത് അയച്ചു കൊടുത്താ നിങ്ങൾ തന്നെ ആ പുരാണത്തില് അവരെന്താ പുസ്തകല്ലേ എനിക്കറിയാതെ കൊള്ളൂലെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് കാണാൻ പഠിക്കും. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും. ഞാൻ അയച്ചു കൊടുക്കാൻ ഞാൻ നായകനാക്കും. നീ നോക്കിയോടി ഈ പഞ്ച് അതിലോട്ട് വന്നാൽ മതിയായിരുന്നു. മൂർച്ചേറിയ ഖഡ്ഗങ്ങൾക്ക് മുന്നിലും പാഞ്ഞ ശസ്ത്രങ്ങൾക്ക് മുന്നിലും അടി പതറാതിരുന്നു. സ്ഫുടത വരട്ടെ, സ്ഫുടത. മൂർച്ചേറിയ ഖഡ്ഗങ്ങൾക്ക് മുൻപിലും. മൂർച്ചേറിയ ഖഡ്ഗങ്ങൾക്ക് മുന്നിലും അങ്ങനല്ല, മൂർച്ചേറിയ ഖഡ്ഗങ്ങൾ. നീ പാത്തില്ല സിനിമയില്. അയ്യോ വെള്ളം വേണോ? വേണ്ട, മതി, ഇതൊക്കെ മതി. കുറച്ച് വെള്ളം വേണമെങ്കിൽ തരാം. വേണ്ട, പിന്നെയും വന്നേക്കാം. ഇത് പഠിക്കുന്നില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായോ? ഈ ഉത്തരങ്കോട് രാമനോണി ഇത് പഠിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും, റെക്കോർഡും ചെയ്യും, അയക്കുകയും ചെയ്യും, റിജക്റ്റും ചെയ്യും. അവരെന്നെ ഹീറോയാക്കും.
നീ തേയും നിന്നെ നോക്കി ഞാൻ ചിരിക്കും. അയ്യോ കേട്ടല്ല? നമുക്ക് സൂപ്പർ സൂപ്പർ അങ്കിൾ സൂപ്പർ. പറഞ്ഞു കൊടുത്തേക്കടി. നീ എന്തിനിങ്ങനെ വെരിവെരിപ്പിച്ച് കൊടുക്കണേ? വെറുതെ ചുമ്മാ കാണാൻ ഒരു രസം. ടോമാഞ്ചോ ഞാൻ പെട്ടെന്ന്